ഹലോ, ഗുഡ് മോർണിംഗ്. ഗ്ലോറിയ വൈബിലേക്ക് സ്വാഗതം. ഇന്ന് ലോഡൊക്കെ സെറ്റായി നമ്മൾ ഉഷാറായിട്ടാണ് എണീറ്റത്. അപ്പോൾ കണ്ട കാഴ്ചയാണ്, ഉള്ളി ലോഡും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഷോപ്പിലും ഇറക്കി പോകുന്നതാണ്. ചിരട്ടക്കരി തന്നെയാണ് നമുക്ക് ലോഡ്. ചിരട്ടക്കരി ടിപ്റ്റൂരിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ലോഡ് എടുക്കാനായിട്ട് പോവാം. പോകുന്ന വഴിക്ക് വത്തക്ക വെച്ച് വെക്കുന്നത് കണ്ട്. രാവിലെ നല്ല തണുപ്പാണെങ്കിലും ഉച്ച കഴിഞ്ഞ് അതുപോലെ തന്നെ ചൂടാണ്. അപ്പോൾ ഒരു വത്തക്ക നമ്മൾ വാങ്ങിച്ചു. ലോഡ് എടുക്കാനായിട്ട് നമ്മൾ ഇതാ കമ്പനിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗേറ്റ് തുറന്നു തന്നിട്ടില്ല. അപ്പോൾ ഗേറ്റ് തുറന്നാലേ നമുക്ക് ഉള്ളിലേക്ക് കയറാനൊക്കെ ആയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ലോഡ് സെറ്റ് ആയിരിക്കുന്നത് നമ്മൾക്ക് എറണാകുളത്തേക്കാണ്. നാട്ടിലേക്ക് കുറേ നോക്കി, പക്ഷെ നടന്നില്ല. അപ്പോൾ എറണാകുളത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇടവക പള്ളിപ്പെരുന്നാളാണ്. അപ്പോൾ ലോഡ് കൽപ്പറ്റ വെച്ച് പിള്ളേരെ കൂട്ടിയിട്ട് ചുങ്കക്കുന്നിലേക്ക് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ലോഡ് കയറ്റാനായിട്ട് കോമ്പൗണ്ടിന്റെ ഉള്ളിൽ കയറി. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ലോഡ് കയറ്റിയിട്ട് ലോറിക്ക് കയറി പോകാനായിട്ട് പറ്റില്ല, ചെറിയൊരു കയറ്റുണ്ട്. അങ്ങനെ ചേട്ടായി പോയി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതാ ഒരു JCB. രാവിലെ ലോഡ് കയറ്റില്ല, ഉച്ച കഴിഞ്ഞിട്ട് ലോഡ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വത്തക്ക വാങ്ങിച്ചതുണ്ട്, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുക്കിങ്ങും നടക്കുന്നുണ്ട് കേട്ടോ. ലോഡ് കയറ്റാൻ തുടങ്ങിയപ്പോൾ ചേട്ടായി പോയി. അപ്പോൾ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അങ്ങനെ എല്ലാം കൂടെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടു. പിന്നെ തക്കാളി, ഉരുളക്കിഴങ്ങും ഇട്ട് വേവിക്കുവാണ്. ഉള്ളിയും അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ വഴറ്റിയപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല എല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടെ ചൂടാക്കി, പച്ചമണം പോകുന്നവരെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ മല്ലിച്ചപ്പും കൂടെ ഇട്ടു. ചിക്കൻ കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ചോറ് അടുപ്പത്തുണ്ട്. പിന്നെ ഇന്നലെ വെച്ച തക്കാളിക്കറി ഉണ്ട് കേട്ടോ. തക്കാളി ഫ്രൈ ചെയ്തതുണ്ട്. അപ്പോൾ ചോറ്, ചിക്കൻ കറി, തക്കാളി ഫ്രൈ എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയ പാത്രത്തിലാണ് ചോറിനുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. മീൻ കറി അതുപോലെ തന്നെ മീൻ വറുത്ത ആ പാത്രത്തിലൊക്കെ ചോറിനെന്ന് പറയുമ്പോൾ വേറൊരു ടേസ്റ്റാണേ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, താങ്ക്